കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയിൻറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പോയിൻ്റർ എന്താണെന്നും പോയിൻ്റർ വാരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, ഇനീഷ്യലൈസ് ചെയ്യുന്നു, എന്താണ് പോയിൻ്റർ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ പോയിൻറ്റേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ പോയിൻ്റർ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് അതാണ്, ദ ഓപ്പറേറ്റേഴ്സ് ആംപർസൻഡ് ആൻഡ് സ്റ്റാർ. അപ്പോൾ ഈ ആംപർസൻഡും സ്റ്റാറും ഓപ്പറേറ്റേഴ്സ് എന്താണ്? സ്റ്റാർ നമ്മൾ പരിചയപ്പെട്ടാണ് അല്ലേ. സ്റ്റാർ എന്ന് പറയുന്നത് ഒരു പോയിൻ്റർ വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ കൂടെ തന്നെ ഒരു സ്റ്റാർ സിമ്പിൾ എന്തായാലും വേണം അല്ലേ. അത് നമ്മൾ ഓൾറെഡി അറിഞ്ഞതാണ്. ഒപ്പം തന്നെ അത് ഓപ്പറേഷൻസിൽ വരുമ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്നും കൂടെ നമുക്കിവിടെ പറയാനുണ്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ptr1 ഈക്വൽ ടു ആംപർസൻഡ് നം. ptr1 ഈക്വൽ ടു ആംപർസൻഡ് നം. അപ്പം എന്താണ് ആംപർസൻഡ്, എന്താണ് സ്റ്റാർ? അപ്പം നോക്കാം. ഈ ആംപർസൻഡ് എന്ന് പറയുന്ന ചിഹ്നം അല്ലെങ്കിൽ ഓപ്പറേറ്റർ, അതിനെ പറയുന്ന പേരാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. റൈറ്റ് സൈഡിൽ ഒരു പിക്ചർ ഫിഗർ 1.7 നോക്കാം. ഇവിടെ നം എന്ന് പറയുന്ന വാരിയബിൾ ഉണ്ട്, ഒരു പോയിൻ്റർ വാരിയബിളാണ്. ആ നമ്മിൽ 25 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നം എന്ന് പറയുന്ന വാരിയബിളിൻ്റെ അഡ്രസ്സ് 1001 ആണ്. ഈ നമ്മിനെ പോയിൻ്റ് ചെയ്തിട്ട് വേറൊരു പോയിൻ്റർ വാരിയബിൾ ഉണ്ട്, ptr1. ptr1 അല്ലെങ്കിൽ ptr1 എന്ന് പറയുന്ന വാരിയബിളിൽ 1001 സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 1001 എന്ന് പറയുന്നത് എന്താ? നം എന്ന് പറയുന്ന വാരിയബിളിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ആ ptr1നും ഒരു അഡ്രസ്സ് ഉണ്ട്, അത് 1500 ആണ്. 1500 എന്ന് പറയുന്നത് ptr1ൻ്റെ അഡ്രസ്സ്, 1001 എന്ന് പറയുന്നത് നമ്മിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ptr1ൻ്റെ അഡ്രസ്സ് 1500ഉം ptr1 സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ 1001 ആണ്. അപ്പോൾ ഈ 1001 എവിടേക്കാണ് പോയിൻ്റ് ചെയ്യുക? നമ്മിലേക്കാണ് പോയിൻ്റ് ചെയ്യുക. അതായത് നം എന്ന് പറയുന്ന വാരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സിനെ വേറൊരു വാരിയബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാരിയബിൾ എപ്പോഴും നമ്മിനെയാണ് പോയിൻ്റ് ചെയ്ത് നോക്കുള്ളൂ. നമ്മൾ പോയിൻ്റർ എന്താണെന്ന് പഠിച്ചില്ലേ? പോയിൻ്റർ അങ്ങനെയല്ലേ, പോയിൻ്റർ വാരിയബിൾ എന്താ ചെയ്യുക? വേറൊരു വാരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സിനെ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആൻഡ് ഓപ്പറേറ്റർ അഥവാ ആംപർസൻഡ് ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. ഇവിടെ ആംപർസൻഡ് ഓപ്പറേറ്ററിനെ പറയുന്ന പേര് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ്. എന്തിനാണ് യൂസ് ചെയ്യണത്? ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് എ വാരിയബിൾ. ഒരു വാരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ആംപർസൻഡ്. അപ്പോൾ ഒരു വാരിയബിളിൻ്റെ മുന്നിലായിട്ട് ആംപർസൻഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്കത് തരിക? ആ വാരിയബിളിൻ്റെ അഡ്രസ്സിനായിരിക്കും തരിക. അപ്പോൾ ഇവിടെ താഴെ ptr1 ഈക്വൽ ടു ആംപർസൻഡ് നം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ptr1 എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? നം എന്ന് പറയുന്ന വാരിയബിളിൻ്റെ അഡ്രസ്സിനായിരിക്കും സ്റ്റോർ ചെയ്യുക. അതാണ് ptr1 എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ 1001 സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആംപർസൻഡ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ എന്താണ്? ഒരു അഡ്രസ്സിനെ, ഒരു വാരിയബിളിൻ്റെ അഡ്രസ്സിനെ ഫെച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി സ്റ്റാർ ഓപ്പറേറ്റർ എന്താണെന്ന് പറയുന്നുണ്ട്. സ്റ്റാർ ഓപ്പറേറ്റർ എന്താ? അതിനെ ഇൻഡയറക്ഷൻ ഓർ ഡി റെഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡി റെഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു പോയിൻ്ററാണ് അല്ലേ. ആ പോയിൻ്ററിൽ എന്തുണ്ടാവും? അത് പോയിൻ്റ് ചെയ്യുന്ന വാരിയബിളിൻ്റെ വാല്യൂവിനെ ആയിരിക്കും നമുക്ക് തരിക. ഇവിടെ പറയുന്നുണ്ട്, ദ പോയിൻ്റർ സ്റ്റാർ റിട്രീവ്സ് ദ വാല്യൂ അറ്റ് ദ ലൊക്കേഷൻ പോയിൻറ്റഡ് ടു ബൈ ദ പോയിൻ്റർ അല്ലേ. പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലുള്ള വാല്യൂവിനെയാണ് സ്റ്റാർ വരുന്നത്. വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്നുകൂടെ അതിനെ പറയും. അപ്പോൾ 3 പേരുകളുണ്ട്: ഇൻഡയറക്ഷൻ, ഡി റെഫറൻസ് ഓപ്പറേറ്റർ, വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാനായിട്ട് മുകളിലത്തെ ഡയഗ്രാം വെച്ചിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഡയഗ്രാം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ptr1 എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വാരിയബിളാണ്. കാരണം ptr1ൻ്റെ ഉള്ളിലിരിക്കുന്നത് നം എന്ന് പറയുന്ന ഒരു വാരിയബിളിൻ്റെ അഡ്രസ്സാണ്. അതുകൊണ്ട് ptr1 ഇവിടെ
ഒരു പോയിൻ്റർ വേരിയബിളാണ്. അപ്പോൾ PTR1 ഉള്ളിലുള്ളത് 1001, PTR1 അഡ്രസ്സ് എന്ന് പറയുന്നത് 1500, നം എന്ന് പറയുന്നത് ഒരു സാധാരണ വാരിയബിളും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 25ഉം നമ്മിൻ്റെ അഡ്രസ്സ് 1001 ആണ്. ഇനി ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. സി ഔട്ടിൽ ആംപ്രസൻറ്റ് നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക? ആംപ്രസൻറ്റ് നം എന്ന് പറഞ്ഞാൽ നമ്മിൻ്റെ അഡ്രസ്സിന് തരും അല്ലേ? അപ്പോൾ നമ്മിൻ്റെ അഡ്രസ്സ് എന്താ ഈ ഫിഗറിൽ? 1001 തന്നെ തോന്നും. ഇനി അടുത്ത സി ഔട്ടിൽ PTR1 എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. PTR1 എന്ന് വെറുതെ PTR1 എന്ന് പ്രിൻ്റ് ചെയ്താൽ എന്താ വരുള്ളൂ? PTR1 എന്ന് പറയുന്ന വാരിയബിളിൻ്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂ മാത്രമേ വരുള്ളൂ. അപ്പോൾ PTR1 ഉള്ളിലിരിക്കുന്ന വാല്യൂ എന്താ? 1001 തന്നെയാണ്. അപ്പോൾ നമുക്ക് 1001 വന്നു. നെക്സ്റ്റ് സി ഔട്ടിൽ വെറുതെ നം എന്ന് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ എന്താ വരിക? നമ്മിൻ്റെ ഉള്ളിൽ എന്താണോ ഇരിക്കുന്നത് അത് വരും, 25 എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഉള്ളത് സി ഔട്ടിൽ സ്റ്റാർ PTR1 എന്നാണ് എഴുതിയിട്ടുള്ളത്. സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വരിക? PTR1 പോയിൻ്റ് ചെയ്യുന്ന ആ ലൊക്കേഷനിലുള്ള വാല്യൂ അല്ലേ? അപ്പോൾ PTR1 എവിടേക്കാണ് പോയിൻ്റ് ചെയ്യണത്? നമ്മിലേക്ക്. അപ്പോൾ നമ്മിൻ്റെ ഉള്ളിലിരിക്കുന്നത് ആരാ? 25. അപ്പോൾ നമുക്ക് 25 ആണ് വരിക. നെക്സ്റ്റ് സി ഔട്ടിൽ ആംപ്രസൻറ്റ് PTR1 എന്നാണ് വന്നിട്ടില്ലേ? ആംപ്രസൻറ്റ് PTR1 എന്ന് പറഞ്ഞാൽ എന്താ? PTR1 അഡ്രസ്സ്, അതായത് എന്താ വരിക? 1500. നെക്സ്റ്റ് സി ഔട്ടിൽ സ്റ്റാർ നം എന്നാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർ നം എന്ന് വെച്ചാൽ എന്താ? നം എവിടേക്കെങ്കിലും പോയിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ വാല്യൂവിനെയാണ് കിട്ടുക. പക്ഷേ ഇവിടെ നം എവിടേക്കെങ്കിലും പോയിൻ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ? എററാണ് വരിക. നം ഈസ് നോട്ട് എ പോയിൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു എറർ മെസ്സേജ് വരും. അപ്പോൾ ആംപ്രസൻറ്റും സ്റ്റാറും മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആംപ്രസൻറ്റും സ്റ്റാർ ഓപ്പറേറ്ററും. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ. അപ്പം പോയിൻറ്റേഴ്സിൻ്റെ കാര്യത്തിൽ മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു വാരിയബിള് അല്ലെങ്കിൽ ഒരു പോയിൻ്റർ വാരിയബിളോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെന്ത് കിട്ടും? അതിന് ഒക്യുപ്പൈ ചെയ്യാനുള്ളൊരു മെമ്മറി അവിടെ കിട്ടും, മെമ്മറി ലൊക്കേഷൻ അവിടെ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. ഡിക്ലറേഷൻ്റെ സമയത്ത് തന്നെ അവർക്ക് ഒരു ലൊക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നു. ഇനി ഇവിടെ മെമ്മറി അലോക്കേഷനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഉണ്ട്, 2 ഡൈനാമിക് മെമ്മറി അലോക്കേഷനും ഉണ്ട്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. ഇനി എന്താണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, എന്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്. നമ്മളൊരു പ്രോഗ്രാം എഴുതി വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഒരു വാരിയബിളിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫയറിനോ മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നു. ഇനി എന്താണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ? പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് തന്നെ വാരിയബിൾ അല്ലെങ്കിൽ മെമ്മറി അലോക്കേഷൻ നടക്കുന്നതിനെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. ഒന്നുകൂടെ പറയാം, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ഉണ്ട്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാം എക്സിക്യൂഷന് മുൻപേ നടക്കുന്ന മെമ്മറി അലോക്കേഷനാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് തന്നെ അറ്റ് എ ടൈം ആ സമയത്ത് തന്നെ നടക്കുന്ന മെമ്മറി അലോക്കേഷനെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. അതായത് റൺ ചെയ്യുന്ന ആ സമയത്ത് തന്നെയായിരിക്കും അതിലുള്ള വാരിയബിൾസിന് എന്ത് കിട്ടുക? മെമ്മറി അലോക്കേഷൻ നടക്കുക. ഇനി ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ നമുക്ക് 2 ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്ററും 2 ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും. ന്യൂവും ഡിലീറ്റും ഡൈനാമിക് മെമ്മറി അലോക്കേഷനിലുള്ള 2 ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ എന്താണ് ന്യൂ, എന്താണ് ഡിലീറ്റ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനാണ് ന്യൂ യൂസ് ചെയ്യണത്. അതുപോലെ ഡിലീറ്റ് ചെയ്യണത് എന്താ? ഡിലീറ്റ് എന്താ? ന്യൂ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി അലോക്കേഷനെ ഡി അലോക്കേറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് ഉള്ളത്. ഡി അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അതാണ് ന്യൂ ഡിലീറ്റും. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ന്യൂ ഡിലീറ്റ് എന്താന്ന് പറയുന്നുണ്ട്.
The operator new is a keyword in C++ and it triggers the allocation of memory during runtime. അല്ലേ, റൺ ടൈംസ്, അതായത് ഒരു പ്രോഗ്രാമിൻ്റെ റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാനാണ് ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ ന്യൂ എന്ന് പറയുന്നത് ഒരു യൂണറി ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് ഒരു ഓപ്പറൻറ്റ് മാത്രം അതിന് മതി. ഇവിടെ ന്യൂ വെച്ചിട്ട് ഒരു മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ സിൻടാക്സ് വന്നിട്ടുണ്ട്. ന്യൂ വെച്ചിട്ടൊരു മെമ്മറി അലോക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ന്യൂ വെച്ചിട്ടൊരു ഒരു പോയിൻ്റർ വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണം അല്ലേ, എന്നാലാണ് അതിന് ആ ഒരു റൺ ടൈമിൽ മെമ്മറി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സിൻടാക്സ് വന്നിട്ടുണ്ട്, പോയിൻ്റർ വാരിയബിൾ ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ് അല്ലേ. പോയിൻ്റർ വാരിയബിൾ ഏതാണോ ആ വാരിയബിളിൻ്റെ പേര് പറയുക, ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ. അത് ഏത് ഡാറ്റ ടൈപ്പിൽ വേണം എന്നുള്ളത് പറയാനായിട്ട് ഡാറ്റ ടൈപ്പ് അപ്പുറത്ത് എഴുതാം, സെമിക്കോളൻ. ഇങ്ങനെയാണ് ന്യൂ യൂസ് ചെയ്തിട്ട് ഒരു പോയിൻ്റർ വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണത്. ഇവിടെ എക്സാമ്പിൾസൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിലീറ്റ് എന്ന് വെച്ചാൽ എന്താ, ന്യൂ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാരിയബിൾസിനെ നമ്മൾ തീർച്ചയായും ഡിലീറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിനെ ഡീഅലോക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യണം. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഡിലീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പോയിൻ്റർ വാരിയബിളിനെ ഡിലീറ്റ് ചെയ്യണത്? സിൻടാക്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഡിലീറ്റ് പോയിൻ്റർ വാരിയബിൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിലീറ്റ് യൂസ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ഏത് പോയിൻ്റർ വാരിയബിളാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ പോയിൻ്റർ വാരിയബിളിൻ്റെ പേര് പറയുക, സെമിക്കോളൻ ഇടാം. അപ്പോൾ അതാണ് ന്യൂവും ഡിലീറ്റും. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. മെമ്മറി ലീക്ക് എന്താണെന്ന് പറയാം. ഇഫ് ദ മെമ്മറി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ ഈസ് നോട്ട് ഫ്രീഡ് യൂസിങ് ഡിലീറ്റ്, ദാറ്റ് മെമ്മറി ഈസ് സെറ്റ് ടു ബി ആൻ ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ന്യൂ വെച്ചിട്ട് നമ്മളൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ നിർബന്ധമായിട്ടും ഡിലീറ്റ് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇനി നമ്മൾ ന്യൂ യൂസ് ചെയ്തിട്ട് ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അബദ്ധവശാൽ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി, ഡിലീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ആ പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കും തോറും ന്യൂ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരും. അതായത് അതിൻ്റെ മെമ്മറി ഇങ്ങനെ കൂടി വരും. ഡിലീറ്റ് ആവണില്ലല്ലോ. അപ്പോൾ ഓരോ ടൈം നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നതോറും ന്യൂ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വാരിയബിളിൻ്റെ മെമ്മറി ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കൂടി വരുന്ന ആ ഒരു മെമ്മറി ബ്ലോക്കിനെയാണ് നമ്മൾ ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറയാം. അതായത് അൺയൂസ് ആയിട്ട് നമുക്ക് അവിടെ കിടക്കുന്ന ആ ഒരു മെമ്മറി ലൊക്കേഷനെയാണ് ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറയാം. ഇനി this memory block is allocated on each execution of the program and size of the orphaned block is increased അല്ലേ. അപ്പോൾ അങ്ങനെ അൺയൂസ്ഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ബ്ലോക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും ഓരോ എക്സിക്യൂഷനിലും. അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നതോറും ഓർഫൻഡ് ബ്ലോക്ക് മെമ്മറി ബ്ലോക്കിൻ്റെ സൈസ് കൂടി വരും അല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അതായത് എപ്പോഴാണോ ന്യൂ യൂസ് ചെയ്തിട്ട് നമ്മളൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ഡിലീറ്റ് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാത്ത പക്ഷം ഓരോ എക്സിക്യൂഷനിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ആ ഓർഫൻ്റെ മെമ്മറിയുടെ സൈസ് കൂടി വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുക, മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ താഴെ പറയുന്നുണ്ട് എന്തുകൊണ്ടൊക്കെയാണ് ഈ മെമ്മറി ലീക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നത്. ഒന്നാമത്തെ കാര്യം, ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ് ദ മെമ്മറി ദാറ്റ് ഹാസ് ബീൻ അലോക്കേറ്റഡ് ഡൈനാമിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീനെ ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോകുന്ന സമയത്തും ഈ ഒരു മെമ്മറി ലീക്ക് എന്ന് പറയുന്നത് വരുന്നുണ്ട്. അതുപോലെ ഫെയിലിംഗ് ടു എക്സിക്യൂട്ട് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു പുവർ ലോജിക് ഓഫ് ദി പ്രോഗ്രാം കോഡ് അല്ലേ. ഡിലീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ലോജിക്ക് കറക്റ്റ് അല്ലാത്ത പക്ഷം ആ ഒരു ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവണില്ല. ആ സിറ്റുവേഷനിലും ഈ മെമ്മറിയിലേക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ അസൈനിങ് ദ അഡ്രസ് റിട്ടേൺഡ് ബൈ ന്യൂ ഓപ്പറേറ്റർ ടു എ പോയിൻ്റർ ദാറ്റ് വാസ് ഓൾറെഡി പോയിൻറ്റിംഗ് ടു ആൻ അലോക്കേറ്റഡ് ഒബ്ജക്റ്റ്. അതായത് നമ്മൾ ന്യൂ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോയിൻ്റർ അതിൽ നമ്മളൊരു ലൊക്കേഷൻ്റെ അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ്. അത് പക്ഷേ ഓൾറെഡി വേറൊരു ലൊക്കേഷനെയും കൂടി പോയിൻ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ മെമ്മറി ലീക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നതാണ്. അപ്പോൾ ഈ മെമ്മറി ലീക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്.